ഞാനിപ്പോൾ മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭോപ്പാൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് 1 മണിക്കൂർ ആവുന്നതേയുള്ളൂ. റോയൽ മാർക്കറ്റ് റോഡിലൂടെ ഒരു ടാക്സിയിൽ ഇപ്പോൾ മോത്തി മസ്ജിദിന്റെ സമീപത്തേക്കെത്തുകയാണ്. തെരുവിൽ വൈകുന്നേരത്തിന്റെ തിരക്ക്. ഇവിടെ വണ്ടിയൊന്ന് നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ പഞ്ചാബ് റാവു ഒഴിവുള്ള ഒരിടത്തേക്ക് കാർ നീക്കി നിർത്തി. അതിൽ നിന്നിറങ്ങി ഞാൻ മസ്ജിദിന് സമീപത്തേക്ക് നടന്നു. പുരാതനമായ ഒരു നിർമ്മിതി. ഇവിടെ ഇതാകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇതേതെങ്കിലും വികസിത രാജ്യത്തായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ചുമരെഴുത്തും പോസ്റ്ററുകളുമൊക്കെയായി ചരിത്ര നിർമ്മിതിയുടെ പൊലിമ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. 1860കളിൽ നിർമ്മിച്ചതാണ് മോത്തി മസ്ജിദ്. മുഗൾ വാസ്തുവിദ്യാ ശൈലിയിലുള്ള ഇന്ത്യയിലെ അവസാന നിർമ്മിതികളിലൊന്നാണിത്. 1844-ൽ ഭോപ്പാലിന്റെ ഭരണമേറ്റെടുത്ത സിക്കന്ദർ ജഹാൻ ബീഗമാണ് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. ഭോപ്പാലിന്റെ സുവർണകാലമായിരുന്നു സിക്കന്ദർ ജഹാൻ ബീഗത്തിന്റെ ഭരണകാലം. ഈ പടവുകൾ കയറി വേണം മസ്ജിദിന്റെ പ്രധാന ഭാഗത്തേക്കെത്താൻ. രൂക്ഷമായ മൂത്രഗന്ധമാണിവിടെ. നാട്ടുകാർ അങ്ങനെയും ചില സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ 1-ാം നിലയിലാണ് പ്രാർത്ഥന നടക്കുന്ന പ്രധാന ഭാഗം. പോസ്റ്ററുകൾ ചുരണ്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും അതിന്റെ പാടുകൾ വൃത്തികേടായി നിലനിൽക്കുന്നു. ഇതെല്ലാം ചരിത്ര നിർമ്മിതിയുടെ സൗന്ദര്യം നശിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് മോസ്കിന്റെ പ്രധാന ഭാഗം. നിസ്കാരത്തിനായി ആളുകൾ നിരന്നു നിൽക്കാറുള്ളത് ഇവിടെയാണ്. വെള്ള മാർബിൾ കൊണ്ട് പണിത ആ ഭാഗമാണ് പ്രധാന പ്രാർത്ഥനാ ഹാൾ. മകുടങ്ങളോടുകൂടിയ മനോഹരമായ നിർമ്മിതിയാണത്. വെള്ള മാർബിളിന്റെ ധവളിമ. മസ്ജിദിന് പേൾ മോസ്ക് അഥവാ മോത്തി മസ്ജിദ് എന്ന വിശേഷണം ലഭിക്കാൻ കാരണം അതായിരുന്നു. വേനൽക്കാലത്ത് പന്തലിടുന്നതിനു വേണ്ടിയാണ് ഈ കമ്പികൾ. ഡൽഹിയിലെ ജമാ മസ്ജിദിന്റെ വാസ്തുവിദ്യയുടെ തുടർച്ചയെന്ന് മോത്തി മസ്ജിദിനെ വിശേഷിപ്പിക്കാം. നിർമ്മിതമായ കാലത്ത് ഭോപ്പാലിലെ ഏറ്റവും പ്രൗഢമായ ആരാധനാലയമായിരുന്നു ഇത്. ഞാൻ അവിടെ നിന്നും താഴേക്കിറങ്ങി. കാറിനടുത്തേക്ക് നടക്കുമ്പോൾ പാതയുടെ വലതുവശത്ത് ഇങ്ങനെ ചില കെട്ടിടങ്ങൾ കാണാം. എല്ലാം ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളാണ്. ഇത് ഷൗക്കത്ത് മഹൽ എന്ന കെട്ടിടമാണ്. രാജകൊട്ടാരക്കെട്ടുകളുടെ ഭാഗമായിരുന്നു ഇതൊക്കെ. ഒരു ഭാഗം അടുത്ത കാലത്ത് പുനരുദ്ധരിച്ച് അല്പമൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗം തകർന്നു കിടക്കുകയാണ്. ഈ നല്ല ഭാഗത്ത് കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ താമസിക്കുന്നുണ്ട്. ഭോപ്പാലിലെ പൈതൃക നിർമ്മിതികൾ പുനരുദ്ധരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായാണ് പണികൾ നടക്കുന്നത്. ഭോപ്പാലിൽ ഒരു ഹെറിറ്റേജ് സർക്യൂട്ട് രൂപപ്പെടുത്തുന്നതിനായി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെയുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. ഈ കവാടം സദർ മൻസിൽ ഗേറ്റ് എന്നറിയപ്പെടുന്നു. വലിയൊരു കൊട്ടാര കോംപ്ലക്സ് തന്നെയാണ് ഇവിടെയുള്ളത്. പല കാലങ്ങളിലായി പണിത പല കൊട്ടാരങ്ങൾ. സദർ മൻസിൽ ഗേറ്റ് കടന്നു നടക്കുമ്പോൾ വലതുവശത്ത് ഒരു കൊട്ടാരമുണ്ട്. ഹമീദ് മൻസിൽ എന്നാണ് അതിന്റെ പേര്. അതിനപ്പുറം അങ്ങേയറ്റത്ത് കാണുന്ന വെളുത്ത കെട്ടിടം ഭോപ്പാൽ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ്. 1830കളിലായിരുന്നു ഷൗക്കത്ത് മഹലിന്റെ നിർമ്മാണം. ഭോപ്പാലിന്റെ ഭരണാധികാരിയായിരുന്ന സിക്കന്ദർ ജഹാൻ ബീഗത്തിനുള്ള വിവാഹ സമ്മാനം എന്ന നിലയിലാണ് ഇത് പണിതത്. സദർ മൻസിൽ എന്നാണ് ഈ കെട്ടിടത്തിന്റെ പേര്. നവാബുമാരുടെ ഭരണകാലത്ത് ഭരണാധികാരി പൊതുജനങ്ങളിൽ നിന്നും ആവലാതികൾ കേട്ടിരുന്ന ഹാളാണ് സദർ മൻസിലിന്റെ പ്രധാന ഭാഗം. സദർ മൻസിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞും ഒരു ഗേറ്റുണ്ട്. അതിനകത്ത് ഒരു വെറ്റിനറി ഹോസ്പിറ്റലും മറ്റും പ്രവർത്തിക്കുന്നുമുണ്ട്. ഞാൻ തിരികെ നടക്കുകയാണ്. സദർ മൻസിൽ ഗേറ്റിന് സമീപത്തുകൂടി ഇടയ്ക്കൊരു വഴി കണ്ടു. ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. എന്നാൽ തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ് ഏച്ചുകെട്ടി വലിയ അടുക്കളയോ മറ്റോ പണിതിരിക്കുന്നു.
പുതിയ കാലത്ത് കൊട്ടാരം വാടകയ്ക്കെടുത്തു നടത്തുന്ന പരിപാടികളിലേക്ക് ഭക്ഷണം ഒരുക്കുന്ന ഇടമാണത്. ഇന്നും ഇവിടെ കല്യാണമോ മറ്റോ നടക്കാൻ പോവുകയാണ്. സദ്യ വിളമ്പാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. മേശകസേരകളും ബുഫേ ടേബിളുമെല്ലാം നിരന്നു കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ ഭോപ്പാലിൽ ഉയർന്ന ഏറ്റവും മനോഹരമായ കെട്ടിട സമുച്ചയമായിരുന്നു ഷൗക്കത്ത് മഹൽ. ഇന്ത്യൻ, ഇസ്ലാമിക്, യൂറോപ്യൻ വാസ്തുകലകളുടെ മേളനമാണ് ഇവിടെ കാണാനാവുക. കൊട്ടാര സമുച്ചയത്തിന്റെ കുറേ ഭാഗം പഴയ നവാബുമാരുടെ പിന്തുടർച്ചക്കാരുടെ സ്വന്തമാണ് ഇപ്പോഴും. കുറേ ഭാഗം ഗവൺമെന്റ് ഉടമസ്ഥതയിലും. സദർ മൻസിൽ ഗേറ്റ് കടന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. ഒന്ന് തിരിഞ്ഞു നോക്കി. പുനരുദ്ധരിച്ചാൽ ഇതൊക്കെ എത്രയോ പ്രൗഢമാകും. അറ്റകുറ്റപ്പണികൾ നടന്നിടത്തും പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു. ചരിത്രബോധം അശേഷമില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. ഷൗക്കത്ത് മഹലിന്റെ ഈ ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറായ മട്ടിലാണ് നിൽക്കുന്നത്. വീണ് കഴിഞ്ഞേ ഇതിന്റെയൊക്കെ പുനരുദ്ധാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ ഫലിതം. കൊട്ടാരത്തിന് സമീപത്തെ തെരുവിന്റെ ഒരു ഭാഗത്ത് പെയിന്റിങ്ങുകൾ വിൽക്കുന്ന കടകളാണ്. കുറേയേറെ കടകളുണ്ട്. അത് രസകരമായ ഒരു കാഴ്ചയായി. ചിത്രങ്ങൾ മാത്രമല്ല, കണ്ണാടികളും ഫോട്ടോകളുമെല്ലാം ഫ്രെയിം ചെയ്തു വിൽക്കുന്നു. അതിന്റെ കടകൾ മാത്രം. വീണ്ടും കാറിൽ കയറി യാത്ര തുടരുകയാണ്. മോത്തി മസ്ജിദാണ് അക്കാണുന്നത്. അതിന്റെ മതിലിനോട് ചേർന്ന് ഒട്ടേറെ കടകൾ. കമല പാർക്ക് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ചു ദൂരം ഓടി കമല പാർക്ക് റോഡിൽ നിന്ന് VIP റോഡിലേക്ക് തിരിഞ്ഞു. ഈ കാണുന്നതാണ് ഭോജ് തടാകം. ഭോപ്പാലിലെ പ്രധാനപ്പെട്ട 2 തടാകങ്ങളിലൊന്നായ അപ്പർ ലേക്കാണിത്. അപ്പർ ലേക്കിന്റെ ഓരത്തുകൂടിയാണ് VIP റോഡ്. ഭോപ്പാലിൽ തന്നെ ഏറ്റവും സുന്ദരമായി സംരക്ഷിക്കപ്പെടുന്നതാണ് VIP റോഡും പരിസരങ്ങളും. പലയിടത്തും തടാകത്തിനകത്തുകൂടിയുള്ള പാലം പോലെയാണ് റോഡ്. ഇവിടെ ഒരു പ്രതിമയുണ്ട്, രാജാ ഭോജിന്റെ പ്രതിമ. അവിടെ ഒന്ന് കാർ നിർത്താൻ പറഞ്ഞു. രാജാ ഭോജ്. ഭോജ് രാജാവാണ് ഭോപ്പാലിന്റെ സൃഷ്ടാവ്. തടാകത്തിലെ ഒരു തൂണിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. എങ്കിലും വെളിച്ചമുണ്ട്. അതിലൂടെ ഞാൻ ഭോജരാജാവിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഇങ്ങനെയൊരു സ്തംഭത്തിലാണ് പ്രതിമ നിൽക്കുന്നത്. 32 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. 11-ാം നൂറ്റാണ്ടിൽ അതിവിപുലമായ ഒരു രാജ്യത്തിന്റെ അധിപനായിരുന്നു യുദ്ധവീരനായ ഭോജ്. മാൽവയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവും ഇദ്ദേഹമാണ്. പ്രജാക്ഷേമ തൽപരൻ, സംസ്കാരത്തിന്റെ സംരക്ഷകൻ എന്നിങ്ങനെ പല വിശേഷണങ്ങളുണ്ട് ഭോജരാജാവിന്. രാജാവിനെ അലട്ടിയിരുന്ന ചർമ്മരോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൊട്ടാരം വൈദ്യൻ നിർദ്ദേശിച്ച വഴിയായിരുന്നു ഇത്തരമൊരു തടാക നിർമ്മാണമെന്നാണ് ഐതിഹ്യം. 365 കൈവഴികളിലൂടെ ജലമെത്തിച്ചേരുന്ന തടാകം നിർമ്മിച്ച് അതിൽ കുളിച്ചാൽ രോഗം ഭേദമാകുമെന്നായിരുന്നത്രേ ഉപദേശം. ഭോപ്പാലിലെ ബാരോ തലാവ് അഥവാ വലിയ തടാകം ഇതാണ്. നിരവധി ചെറു തടാകങ്ങൾ വേറെയുമുണ്ട്. സിറ്റി ഓഫ് ലേക്സ് എന്നാണ് ഭോപ്പാൽ അറിയപ്പെടുന്നത് തന്നെ. തടാകതീരങ്ങളൊക്കെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്. ആളുകൾ വൈകുന്നേരം കാറ്റുകൊള്ളാനും നടക്കാനും ഒഴിവു സമയം ചെലവഴിക്കാനുമൊക്കെ വരുന്നൊരിടമാണിത്. നല്ല തണുപ്പ് കൂടി ഉള്ളതുകൊണ്ട് സുഖകരമാണ് വൈകുന്നേരം ഇതിലെയുള്ള നടത്തം. ഞങ്ങൾ കുറച്ചു ദൂരം പോയിട്ട് U-ടേൺ എടുത്തു വന്നു. ഇനി നഗരത്തിനകത്തേക്കാണ് പോകുന്നത്. താമസത്തിനായി ഞാൻ ഇവിടെ 2 ഹോട്ടലുകളിൽ മുറി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്നത് ശ്യാമള ഹിൽസ് എന്നറിയപ്പെടുന്ന മലയുടെ ചെരുവിലൂടെയാണ്. തടാകത്തിന് അഭിമുഖമായി നിൽക്കുന്ന മലയാണത്. ഈ മലയുടെ താഴ്വാരമാണ് സിറ്റിയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. നേരെ വിരുട്ടി. ഇപ്പോൾ ലേക്ക് വ്യൂ റോഡിലൂടെയാണ് പോകുന്നത്. ഇരുൾ പരന്നു തുടങ്ങുന്ന സമയത്ത് തടാക കാഴ്ച രസമാണ്. ചിലയിടത്ത് നല്ല തിരക്കുണ്ട്. ടൂറിസ്റ്റുകളും നാട്ടുകാരും വൈകുന്നേരങ്ങളിൽ ലഘുഭക്ഷണം കഴിക്കാനും കാറ്റുകൊണ്ട് വെറുതെ ഇരിക്കാനുമൊക്കെ എത്തിയിരിക്കുന്നു. ഇവിടെ വിൻഡ് ആൻഡ് വേവ്സ് എന്നൊരു ഹോട്ടലിൽ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്.
അത് തടാകത്തിന്റെ തീരത്തായതുകൊണ്ട് മാത്രം എടുത്തതാണ്. പക്ഷേ ബുക്ക് ചെയ്യുന്ന നേരത്ത് തന്നെ അതത്ര നിലവാരമുള്ളതായി തോന്നിയിരുന്നില്ല. വിൻഡ് ആൻഡ് വേവ്സ് ഹോട്ടലിലേക്കുള്ള വഴി ഇതാണെന്ന് കണ്ടു. ചെറിയൊരു കയറ്റം കയറി ചെല്ലണം. തടാകത്തിന്റെ തീരത്തു തന്നെയാണ്, ചെറുകുന്നിൻ മുകളിൽ. അവിടെ ചെന്നിട്ട് മുറിയൊന്ന് കണ്ട ശേഷം താമസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ കുറെ കാറുകൾ കിടപ്പുണ്ട്. പഞ്ചാബ് റാവു കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തി. തടാകമാണ് താഴെ. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഹോട്ടലിന്റെ ഭാഗമായ ഓപ്പൺ റെസ്റ്റോറന്റാണ് ഇവിടെ. ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ വന്ന് മുറി കാണിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അയാളുടെ പിറകെ നടന്നു. കുന്നു കയറി നടക്കണം. ശ്യാമള ഹിൽസിന്റെ ചെരുവിലാണ് ഈ ഹോട്ടൽ. കയറി ചെന്നപ്പോൾ മുറി വലിയ തിരക്കേടില്ല. എങ്കിലും മൊത്തത്തിൽ ഒരു പൊടിമണമാണ് അകത്ത്. മിതമായ സൗകര്യങ്ങൾ, ഒരു ഇടത്തരം നിലവാരമേയുള്ളൂ. AC ഒന്നും ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ഇത് വേണ്ട. ഞാൻ അവരോട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ KTDC പോലുള്ള മധ്യപ്രദേശ് സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഹോട്ടൽ. അവിടെ നിന്നിറങ്ങി കാറിൽ കയറി. അടുത്തതായി പോകേണ്ടത് മലയുടെ മുകളിലേക്കാണ്. ശ്യാമള ഹിൽസിന്റെ ഏറ്റവും മുകളിൽ. അവിടെയാണ് ജഹാൻ നൂമ പാലസ്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണത്. നിരവധി റെസ്റ്റോറന്റുകൾ തടാക തീരത്ത്. നാട്ടുകാർ വിനോദങ്ങൾക്കായി എത്തുന്ന സ്ഥലമാണല്ലോ. വൈകുന്നേരമാകുമ്പോൾ അതൊക്കെ സജീവമാകുന്നു. ഭോപ്പാൽ സുന്ദരമായൊരു സിറ്റി തന്നെയാണ്. സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് നല്ലവണ്ണം രസിക്കുന്ന സിറ്റി. ഇവിടെ ചില പാലങ്ങളുണ്ട്. അപ്പർ ലേക്കിനെയും ലോവർ ലേക്കിനെയും ബന്ധിപ്പിക്കുന്ന നദിക്കു കുറുകെയുള്ള പാലങ്ങളാണ്. ജഹാൻ നൂമ പാലസിലേക്ക് അല്പം കൂടി കഴിഞ്ഞു പോകാമെന്ന് തീരുമാനിച്ചു. രാത്രി വൈകിയാലും ഞാനവിടെ എത്തുമെന്ന് ഫോണിലൂടെ അവരെ അറിയിച്ചു. നഗരത്തിന്റെ രാത്രി കാഴ്ചയൊന്ന് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ പലതവണ കടന്നുപോയ സദർ മൻസിൽ ഗേറ്റാണിത്. അത് കടന്ന് ഹമീദ് മൻസിൽ കൊട്ടാരത്തിനടുത്തുകൂടി നീങ്ങി. ഒരു ഗേറ്റ് കൂടി പിന്നിട്ട് സുൽത്താനിയ റോഡിലൂടെയാണിപ്പോൾ പോകുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ ദിവസങ്ങളിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പൂജവയ്പിന്റെ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ നഗരത്തിലെ രാത്രി ആഘോഷങ്ങളൊക്കെ ഒന്ന് കാണാം. കാർ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞു. ഡ്രൈവർ പഞ്ചാബ് റാവു അതിലിരുന്നു കൊള്ളും. ഞാൻ തിരികെ നടന്ന് ഇവിടെ എത്തിക്കൊള്ളാം എന്ന് റാവുവിനോട് പറഞ്ഞു. തെരുവിൽ ജനപ്രവാഹവും ബൈക്കുകളുടെ തിരക്കും ഹോണടിയും കൊണ്ട് ആകെ ബഹളമയമാണ്. അവിടെ ഒരു ക്ഷേത്രം കണ്ടു. കർഫ്യൂ വാലി മാതാ മന്ദിർ എന്നാണ് അതിന്റെ പേര്. നവരാത്രി ആഘോഷം നടക്കുകയാണ്. ക്ഷേത്രത്തിന് പുറത്തൊരു മണ്ഡപം കെട്ടിയിരിക്കുന്നു. അതിനു മുന്നിൽ ഒരു ദേവീ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ടുവന്ന മാലകൾ അതിൽ ചാർത്തുന്നു. ആ മാല തന്നെ ഭക്തർക്ക് പ്രസാദമെന്നോണം തിരികെ നൽകുന്നുണ്ട്. നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കപ്പെടുന്നു. മാല മാത്രമല്ല, ചുവന്ന ഒരു പട്ടുതുണി കൂടി ആളുകൾ കൊണ്ടുവന്ന് വിഗ്രഹത്തിൽ ചാർത്തുന്നുണ്ട്. തേങ്ങയാണ് മറ്റൊന്ന്. അതൊക്കെ ഭക്തർ തന്നെ വാങ്ങിക്കൊണ്ടു പോകുന്നുമുണ്ട്. ഇത്തരം ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായാണ് ഇവിടങ്ങളിൽ കൊണ്ടാടുക. 1982 നവരാത്രി ആഘോഷത്തിന് ഇതുപോലെ റോഡിന് നടുവിൽ സ്ഥാപിച്ച ഒരു ദുർഗാ പ്രതിമയാണ് കർഫ്യൂ വാലി ക്ഷേത്രമെന്ന പേരിന്റെ ഉത്ഭവത്തിന് കാരണം. 9 ദിവസത്തെ ആരാധനയ്ക്ക് ശേഷം നദിയിൽ നിമജ്ജനം ചെയ്യാനുള്ളതായിരുന്നു വിഗ്രഹം. വഴിയിൽ തടസ്സമുണ്ടാക്കുന്നതിന്റെ പേരിൽ അധികൃതർ ആ വിഗ്രഹം ഇവിടെ നിന്നും നീക്കം ചെയ്തു. അത് നഗരത്തിൽ വലിയ കലാപത്തിനും 1 മാസം നീണ്ടുനിന്ന കർഫ്യൂവിനും കാരണമായി. കലാപം രൂക്ഷമായതോടെ ജില്ലാ ഭരണകൂടം തന്നെ ഇവിടെ ഒരു വിഗ്രഹം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കലാപനാളിൽ ഒന്നിൽ പുലർച്ചെ 5 മണിക്കായിരുന്നു പ്രതിഷ്ഠാകർമ്മം. അന്നു മുതൽ ക്ഷേത്രത്തിന് കർഫ്യൂ വാലി മാതാ ടെമ്പിൾ എന്ന പേരും ലഭിച്ചു.
വഴിയോരത്ത് ക്ഷേത്രത്തിലേക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. വേറൊരിടത്ത് കലങ്ങളും കുടങ്ങളും. ഇതൊന്നും വീട്ടിൽ പാചകം ചെയ്യാനുള്ള പാത്രങ്ങളല്ല. പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകാനും ക്ഷേത്രത്തിൽ കാണിക്കയർപ്പിക്കാനും മറ്റും വേണ്ടിയുള്ളതാണ്. ചിത്രപ്പണികൾ നടത്തിയ കുടങ്ങൾ. നവരാത്രിക്കാലം ലക്ഷ്യമിട്ട് മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്നവയാണ് ഇതെല്ലാം. ഇക്കാലത്താണ് ഇതിന് കൂടുതൽ കച്ചവടമുണ്ടാവുക. കൗതുക രൂപമുള്ള മൺകുടങ്ങൾ, അതൊക്കെ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. വേറൊരു ഭാഗത്ത് ശൂലം മുതലുള്ള കരകൗശല വസ്തുക്കളാണ് വിൽപ്പന. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എല്ലാമുണ്ട്. വീടുകളിലെ പൂജാമുറികളിലേക്കുള്ള സാധനങ്ങളും മറ്റും. തെരുവിലൂടെ ഞാൻ നടത്തം തുടർന്നു. പലയിടത്തും വഴിയരികിൽ വിഗ്രഹം സ്ഥാപിച്ച് പൂജകൾ നടത്തുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വരെ അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവരും വലിയ ഭക്തരാണ്. ഇതാണ് ഇവിടുത്തെ ദുർഗാ വിഗ്രഹം. നവരാത്രി പൂജയ്ക്ക് ശേഷം നദിയിലോ തടാകത്തിലോ നിമഞ്ജനം ചെയ്യാനുള്ളതാണ് ഇത്. വിഗ്രഹത്തിന് മുന്നിൽ വലിയൊരു ഹോമകുണ്ഡം എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പന്തലിന് സമീപം പ്രസാദമെന്നോണം പൂരിയും സബ്ജിയും വിളമ്പുന്നുണ്ട്. അതിന് പ്രത്യേക വാളണ്ടിയർമാരുണ്ട്. 2ഉം 3ഉം പൂരികൾ വീതം ഓരോരുത്തർക്കും നൽകുന്നു. നല്ല തണുപ്പുള്ള രാത്രിയാണ്. വിഗ്രഹത്തിനടുത്ത് നിവേദ്യങ്ങൾ അർപ്പിക്കാൻ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഇടത്തെരുവുകളിലൂടെ നടന്നു. ഭോപ്പാലിന്റെ ഉൾത്തെരുവുകളാണ് വ്യത്യസ്തമായൊരു ഫീൽ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് നൽകുന്നത്. ബൈക്കുകളുടെ ബഹളമാണ്. വഴിയിൽ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നുണ്ട്. അത് ചാടിക്കടന്ന് വേണം നടക്കാൻ. വഴിയോരത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം നാട്ടുകാർക്ക് വേണ്ട സാധാരണ ഉപകരണങ്ങളും നിത്യോപയോഗ വസ്തുക്കളുമാണ്. കച്ചവടക്കാരിൽ വലിയൊരു ശതമാനവും മുസ്ലിങ്ങളാണ്. ചെറിയ ചായക്കടകൾ, അതിനു മുന്നിൽ ചായ കുടിച്ച് തണുപ്പകറ്റുന്നവർ. പലയിടത്തും രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വമ്പൻ കമാനങ്ങൾ. അതിനകത്തുകൂടി മാർക്കറ്റ് നീണ്ടുകിടക്കുന്നു. വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട് ഇവിടെ. പർദ്ദയണഞ്ഞു നീങ്ങുന്ന സ്ത്രീകൾ. ഒരു സാധാരണ ഉത്തരേന്ത്യൻ ചന്തയുടെ എല്ലാ ഭാവങ്ങളുമുണ്ട്. ഞാൻ അതിനുള്ളിലൂടെ കുറേ ദൂരം നടന്നു. മാർക്കറ്റിന്റെ ഒരു ഫീൽ അനുഭവിക്കുന്നതിനാണ് ഈ നടത്തം. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പേരുകേട്ട നഗരമാണ് ഭോപ്പാൽ. അത്തരം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഈ മാർക്കറ്റുകളിൽ കൂടുതലായും വിൽക്കുന്നത്. 18 ലക്ഷത്തോളം ജനം വസിക്കുന്ന നഗരമാണ് ഭോപ്പാൽ. അതിൽ 12 ലക്ഷത്തിലേറെയും ഹിന്ദുക്കളാണ്. 4.25 ലക്ഷം വരും മുസ്ലിം ജനസംഖ്യ. സിഖുകാരും ബുദ്ധമതക്കാരും ജൈനരും ക്രിസ്ത്യാനികളുമെല്ലാം ഈ നഗരത്തിലുണ്ട്. ലോഹ ബസാർ എന്ന വലിയ മാർക്കറ്റിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഭോപ്പാൽ നഗരത്തിലെ തന്നെ ഏറ്റവും വിശാലമായ മാർക്കറ്റാണ് ലോഹ ബസാർ. അങ്ങനെ നടക്കവേ ഒരു നിരക്കടയിൽ കുറെ മാലകൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇത് നോട്ടുമാലയാണെന്ന് മനസ്സിലായത്. ഡമ്മി നോട്ടല്ല, പുത്തൻ ഒറിജിനൽ കറൻസി തന്നെ. വിചിത്രമായ ഒരു കാഴ്ചയായി ഇത്. നോട്ട് വെറുതെ മാലയാക്കിയിരിക്കുകയല്ല, അത് പല രൂപത്തിൽ മടക്കിയും കിന്നരികൾ വെച്ചും ഒരു കലാരൂപമാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതിയത് നോട്ടിന്റെ മാതൃകയിൽ പ്രിന്റ് ചെയ്ത കടലാസാണെന്നാണ്. കടക്കാരൻ വന്നു പറഞ്ഞു, ഇത് ശരിക്കുള്ള നോട്ടുകൾ തന്നെയാണെന്ന്. ഒരാളെ ആദരിക്കുമ്പോൾ കഴുത്തിലിട്ട് കൊടുക്കുക ഇത്തരം ഒരു മാലയാണ്. കടയിലെ പയ്യൻ ഉത്സാഹപൂർവം ഒരു മാല കഴുത്തിലിട്ട് കാണിച്ചു. മാലയിലുള്ളത് നിശ്ചിത തുകയ്ക്കുള്ള നോട്ടായിരിക്കും. 1000ന്റെ നോട്ടുമാല വിൽക്കുമ്പോൾ കച്ചവടക്കാരൻ 50-100 രൂപ കൂടുതൽ വാങ്ങും. അതാണ് ഇവരുടെ ലാഭം. സയ്യിദ് ഉമർ അലി എന്നാണ് ഇവന്റെ പേര്. അവൻ നോട്ടുമാലയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. നല്ല കച്ചവടമുണ്ടെന്നും ഇവിടുത്തെ ആഘോഷങ്ങൾക്കെല്ലാം ഇത്തരം കുറെ മാലകൾ ചെലവാകുമെന്നുമാണ് പറയുന്നത്. വിവാഹ വാർഷികത്തിനും പിറന്നാളിനുമെല്ലാം
നോട്ടുമാല സമ്മാനമായി ഉണ്ടാകും. പക്ഷേ പുത്തൻ കറൻസി ഇങ്ങനെ മാലയാക്കി കടയിൽ തൂക്കിയിട്ട് വിൽക്കുന്നത് വിചിത്രമായ കാര്യമായി എനിക്ക് തോന്നി. ഒരു കടയിൽ തലപ്പാവാണ് പ്രധാന കച്ചവടം. വിവാഹനാളിൽ വരന് ചാർത്തുന്ന കിന്നരി വെച്ച തലപ്പാവ്. മിക്ക കടകളിലും നോട്ടുമാല തൂക്കിയിട്ടിട്ടുണ്ട്. ആ കാഴ്ചകളിലൂടെ ഞാൻ വീണ്ടും നടന്നു. ഇടുങ്ങിയ തെരുവുകൾ. രാത്രിയിൽ മാർക്കറ്റ് ഏറെ സജീവമാണ്. തണുപ്പുള്ളതുകൊണ്ട് നടക്കാനും ഒരു സുഖമുണ്ട്. ഇത്രയും ദൂരം ഇനി തിരിച്ചു നടന്ന് പഞ്ചാബ് റാവു കാറുമായി കാത്തിരിക്കുന്നിടത്തേക്ക് എങ്ങനെ എത്തുമെന്ന് എനിക്കറിയില്ല.